ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശാരദയല്ല ശ്യാമ. ശാരദ 3 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് വിധിയെ വെല്ലുവിളിച്ച് ജീവിച്ചത് ശാരദയ്ക്ക് ഒരു തൊഴിലറിയാവുന്നതുകൊണ്ടാ. ആരെയും ഭയക്കാതെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞതും ആ ഒരൊറ്റ കാരണം കൊണ്ടാ. ശ്യാമയ്ക്ക് എന്തറിയാം? നീ പറയുന്നൊരു അസുഖം എനിക്കില്ല. ചില സമയത്ത് പലതും ഓർക്കുന്നില്ല, അത്രേ ഉള്ളൂ. അല്ല, അതെന്നെ പച്ചന്റെ പ്രശ്നം. ഇനിയിപ്പോ കൂടി വരുള്ളൂ അച്ഛ. ഇനിയിപ്പോ കൂടിക്കഴിഞ്ഞ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു പേടി, അല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ടേ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം. ഓ, നിന്റെ ഉപദേശത്തിന് നന്ദി. വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ദയവ് ചെയ്ത് നിന്നെ തിരക്കി പോലീസിന് ഇവിടെ കയറ്റി ഇറക്കരുത്. മനസ്സിലായി, ഞാൻ ഇറങ്ങിപ്പോക്കോളാം. പക്ഷെ ഞാൻ നിരപരാധിയാ. എന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ട് എന്റെ അമ്മയുടെ അച്ഛന് മുന്നിൽ ഞാൻ വരും. അതുവരെ എന്നൊരു ശത്രുവായിട്ട് കാണാതെ ഞാൻ പറഞ്ഞ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. അച്ഛൻ, ഞാൻ പോവാ. മക്കളെ, സുബേർക്ക, പോവാം. എടാ മോനെ, അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അത് മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ടറിയാം. നമ്മുടെ മോൻ ഒരു പ്രാവശ്യം പോലീസ് ഇവിടെ കയറി ഇറങ്ങിയതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ല കേട്ടോ. മാമേ, ഈശ്വരാ, എന്റെ മോൻ. ഹലോ കുഞ്ഞേച്ചി. ക്ഷമ, നീ കരയാണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം കുഞ്ഞേച്ചി? എന്റെ ഈ സങ്കടങ്ങൾ ഞാൻ എങ്ങനെയാ നിങ്ങളെ ഒന്ന് അറിയിക്കുക? എന്റെ സങ്കടം പറയാൻ എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരാ ഉള്ളത്? ക്ഷമ, എന്താ ഉണ്ടായേ? നീ ഇങ്ങനെ കരയാതെ കാര്യം പറ. ഇനി ഞാൻ എന്ത് പറയാനാ കുഞ്ഞേച്ചി? എന്റെ ജീവിതം നശിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. മോളെ കുഞ്ഞേച്ചി, രോഹിത് ഇപ്പൊ മറ്റാരോ ആണ്. ഞാനും എന്റെ മോളും ഇപ്പൊ ഇവിടെ ഒരു അധികം പെറ്റ. മോക്കിപ്പൊ നല്ല പനിയാ. പക്ഷെ രോഹിത്തിനിപ്പൊ അതൊന്നും ഒരു വിഷയം പോലും അല്ല. എന്നിട്ട് പപ്പിക്ക് മരുന്ന് വാങ്ങിയില്ലേ? മരുന്നൊക്കെ വാങ്ങി. പക്ഷെ ഞാനും മോളും ഇവിടെ അടിമകളെ പോലെ കഴിയുന്ന. വീട്ടിലെ വളർത്തു നായ്ക്കൊക്കെ ഇതിലും കൂടുതൽ സ്നേഹം കിട്ടും. അത്ര പോലും പരിഗണന രോഹിത്ത് ഞങ്ങൾക്ക് തരുന്നില്ല കുഞ്ഞേച്ചി. പിന്നെ എന്തിനാ കുഞ്ഞേച്ചി ഞാനിവിടെ നിൽക്കുന്നത്? മോളെ ക്ഷമേ, അവന്റെ മനസ്സിൽ കയറിക്കൂടിയ കറ കഴുകി കളയാതെ അവൻ നിന്നെയും പപ്പിയും മനസ്സറിഞ്ഞ് സ്നേഹിച്ചു തുടങ്ങില്ല. കാരണം അത്രത്തോളം മുറിവ് അവന്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്.
അത് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അല്പം അല്പമായിട്ട് മാത്രമേ കുറച്ചുകൊണ്ട് വരാൻ കഴിയൂ. അതും നിനക്ക് മാത്രമേ കഴിയൂ. കുഞ്ഞേച്ചി, ഞാൻ അവന്റെ ദേഷ്യം നിന്നോടുള്ള സ്നേഹമാക്കി മാറ്റണം. അതിന് നീ ചിലപ്പോൾ ഒരുപാട് സഹിക്കേണ്ടതായിട്ട് വരും. നിന്റെ ജീവിതമാണല്ലോ എന്ന് കരുതി അത് തിരിച്ചു പിടിക്കാനാണെന്ന് നീ നിന്നെ തന്നെ സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോണം. എന്നാലേ നീ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം നിനക്ക് നേടിയെടുക്കാനാവൂ. കുഞ്ഞേച്ചി, എല്ലാം സഹിക്കാനും പൊറുക്കാനും മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് തന്നെയാ കുഞ്ഞേച്ചി ഞാനിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ രോഹിത്തിന് ഞാനായിട്ടുണ്ടാക്കിയ മുറിവിന്റെ ആഴം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരാൾക്ക് എത്രത്തോളം താഴാൻ സാധിക്കും? ഭൂമിയോളം. പക്ഷെ കുഞ്ഞേച്ചിയുടെ ശ്യാമയുടെ ഇപ്പോഴത്തെ അവസ്ഥയുണ്ടല്ലോ, അത് അനുഭവിച്ചു തന്നെ അറിയണം. അഭയാർത്ഥികളോട് പോലും ഇതിലും നല്ല മര്യാദ കാണിക്കും. പക്ഷെ എന്റെ സങ്കടങ്ങളെ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കുഞ്ഞേച്ചി, ഞാൻ ഫോൺ വെക്കുക. അമ്മേ, ആ ശ്യാമ ഇപ്പൊ വിളിച്ചിരുന്നു. എന്താ അവള് പറയുന്നേ? അവള് പറയുന്നതിനേക്കാൾ കൂടുതൽ കരയാ ചെയ്തത്. കുറച്ചു നാളായിട്ട് അവളത് തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുവാണല്ലോ. അവള് പറയുന്നതിലും കാര്യമില്ലേ അമ്മേ? എന്ത് കാര്യം? എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് വഴക്കും പ്രശ്നങ്ങളും ഒക്കെ. പക്ഷെ അതൊക്കെ ഒരു പരിധിവരെ പലരും മനസ്സിന്റെ ധൈര്യം കൊണ്ട് നേരിട്ട് ഒതുക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ശ്യാമ കാണിക്കുന്നത് നേരെ തിരിച്ചാ. നമ്മളാണെല്ലാം വരുത്തി വെച്ചതെന്നും പറഞ്ഞ് നമ്മളെ മാനസികമായി ശാരീരികമായി വേദനിപ്പിക്കുക, കുറ്റപ്പെടുത്തുക. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവളെ ഉപദ്രവിക്കാനല്ലല്ലോ, അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. പക്ഷെ അതവള് മനസ്സിലാക്കുന്നില്ല എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അമ്മ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടണ്ടായിരുന്നെന്നാ എനിക്കിപ്പോ തോന്നുന്നു. അവളവിടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് അമ്മയെ കഴിയുന്നേ. അമ്മയെ ഇതുപോലൊരു സിറ്റുവേഷനിലൂടെ അമ്മയല്ലേ ജീവിച്ചു പോന്നത്. ഞങ്ങളെയൊക്കെ വളർത്തിയതും അങ്ങനെ തന്നെയല്ലേ. മോളെ, നീ മനസ്സിലാക്കാൻ വേണ്ടി അമ്മയൊന്ന് പറയട്ടെ. ശാരദ അല്ല ശ്യാമ. ശാരദ 3 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് വിധിയെ വെല്ലുവിളിച്ച് ജീവിച്ചത് ശാരദയ്ക്ക് ഒരു തൊഴിലറിയാവുന്നതുകൊണ്ടാ. ആരെയും ഭയക്കാതെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞതും ആ ഒരൊറ്റ കാരണം കൊണ്ടാ. ശ്യാമയ്ക്ക് എന്തറിയാം? അവൾ അവളുടെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ കിടന്ന് കരയല്ലാതെ മറ്റെന്താ അവള് ചെയ്യുന്നത്? അവക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടാവണം. ഏത് പ്രശ്നവും കൈകാര്യം ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. അത് അനുഭവത്തിൽ കൂടെ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അതിനുള്ള ഏക മാർഗം നിലവിലുള്ള സാഹചര്യം നേരിടുക എന്നുള്ളതാ.